ഹലോ, ഓഡിബിൾ അല്ലേ? സ്റ്റാർട്ട് ചെയ്തൂടെ? ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? എലമെന്ററി സിഗ്നൽസ് ആണ് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്ററി സിഗ്നൽസ് ആണ്, അല്ലെങ്കിൽ ദേ ആർ ഓൾസോ കോൾഡ് എസ് ടെസ്റ്റ് സിഗ്നൽസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബോത്ത് ഇൻ കണ്ടിന്യൂസ് ടൈം ഡൊമെയിനിലും ഡിസ്ക്രീറ്റ് ടൈം ഡൊമെയിനിലും എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുക, അതിന്റെ ഇക്വേഷൻസ് എന്താണ്, ആൻഡ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത് എഴുതി എടുത്തിട്ടുണ്ടോ? എഴുതിയെടുത്തിട്ടുണ്ടോ? ഓക്കെ. എഴുതിയെടുത്തിട്ടില്ല എങ്കിൽ ബാക്കിയുള്ളവരൊന്ന് വേഗം എഴുതിയെടുത്തേ. ഇൻ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ അത് യു ഓഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഇക്വേഷൻ യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. സോ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് വേവ് ഫോം ഇതുപോലെ വരക്കാം. 0ന്റെ എബോ ആയിട്ട് 0 ടു മോർ ദാൻ 0 മീൻസ് 0 ടു ഇൻഫിനിറ്റി എന്താ, അതിന്റെ വാല്യൂ യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഒരു കണ്ടിന്യൂസ് വേവ് ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റ് ടൈമിലാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുക യു ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ആ ബ്രാക്കറ്റ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആക്കി കാണിക്കും. ഓക്കെ, യു ഓഫ് എൻ ആണ്. എന്തുകൊണ്ടാ? ഇവിടെ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് വരിക അല്ലെ? എൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. ഓക്കെ, എത്ര സാമ്പിൾസ് വരും ഓരോ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റന്റ് ടൈം പീരീഡിലും എത്ര സാമ്പിൾസ് വരും. ഓക്കെ, അതിന്റെ ഇക്വേഷൻ യു ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. ഓക്കെ, ആൻഡ് അതിന്റെ ഫിഗർ ഇതുപോലെ വരക്കാം. എങ്ങനെ? 0 ടു ഇൻഫിനിറ്റി വരെ എന്താ, ഓരോ ഇൻസ്റ്റന്റിലും ഇതുപോലെ സിഗ്നൽസ് ഉണ്ടാവും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കും. ഓക്കെ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇവിടെ കണ്ടിന്യൂസ് ആയിരിക്കില്ല, ഓരോ സാമ്പിൾസ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും വരച്ചെടുത്തില്ലേ? പന്ത്രണ്ട് ആൾക്കാരും ഒരേപോലെ തന്നെ ശ്രദ്ധിക്കണേ. ഇത് ഈ ഒരു ടേം എന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ഓക്കെ ആണെങ്കിലേ ബാക്കി ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നൽ നോക്കിക്കൂടെ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. എഴുതിയെടുത്തോ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഓക്കെ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിട്ടാണെങ്കിൽ ഡോ ഓഫ് ടി. ഓക്കെ, ഡോ ഓഫ് ടി ഇങ്ങനെ എഴുതുക, ഡോ ഓഫ് ടി. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഓക്കെ, ആൻഡ് അതിന്റെ ഇക്വേഷൻ വരുന്നത് ഇന്റഗ്രൽ ഓഫ് മൈനസ് എപ്സിലോൺ 0 ടു എപ്സിലോൺ 0 ഡോ ഓഫ് ടി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡോ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. സമ്മേഷൻ ഓഫ് ഡോ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0. സമ്മേഷൻ മീൻസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ മൊത്തം സമ്മേഷൻ എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഏരിയ എടുക്കുക ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. Therefore, integral of dou of t is equal to 1 for t equal to 0 and 0 for t not equal to 0. അപ്പൊ എന്താ പറയുന്നത്? t equal to 0 ആണെങ്കിൽ ഡോ ഓഫ് ടിക്ക് വാല്യൂ ഉണ്ട്, എത്രയാണ്? 1. ആൻഡ് t നോട്ട് ഈക്വൽ ടു 0, അതിന് പോസിറ്റീവ് വാല്യൂസ് ആയിക്കോട്ടെ നെഗറ്റീവ് വാല്യൂസ് ആയിക്കോട്ടെ, അവിടെ ഒന്നും ഡോ ഓഫ് ടിക്ക് വാല്യൂസ് ഇല്ല, അതൊക്കെ 0 ആണ്. ഓക്കെ, അപ്പൊ അതിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വെർട്ടിക്കൽ ഒരു ലൈന് മാത്രം ഉണ്ടാവും, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കും. ആക്ച്വലി ഈ ഡോ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ നമ്മളൊരു ഏരിയ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതുപോലെ വെർട്ടിക്കൽ ലൈൻ ഇതുപോലെ വരുന്ന ഒരു ഏരിയ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഒരു പോർഷന്റെ മൊത്തമായിട്ടുള്ള ഏരിയ ആണ് യൂണിറ്റി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും പോർഷൻസ്, ഇതിന്റെ ഇത്രയും പോർഷൻസ് ക്യാപിറ്റൽ എ എടുക്കുക ആൻഡ് ഇത്രയും പോർഷൻസ് 1 ബൈ ക്യാപിറ്റൽ എ എടുക്കുക. ഓക്കെ, അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എ ഇൻറ്റു 1 ബൈ എ എത്രയാ? 1 വരും. ഇതിന്റെ ഏരിയ ആണ് ആക്ച്വലി യൂണിറ്റി ആയിട്ട് എടുക്കുന്നത്. ബട്ട് അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒറ്റ ഒരു ടി ഈക്വൽ ടു 0 മാത്രം അതിന് വാല്യൂ ഉണ്ടാവും. അതിന്റെ വാല്യൂ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇത് ശ്രദ്ധിച്ചാൽ മതി. എന്താ, ഡോ ഓഫ് ടിക്ക് അറ്റ് ടി ഈക്വൽ ടു 0 മാത്രമാണ് വാല്യൂ ഉള്ളത് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ ടു 1.
ഓക്കെ, ഇത് കണ്ടിന്യൂസ് ടൈമിലാണെങ്കിൽ. ഇനി അത് ഡിസ്ക്രീറ്റ് ടൈമിലാണെങ്കിൽ എന്താ, ആ ടിക്ക് പകരം n ആവും അല്ലെ, ഡോ ഓഫ് n വരും. ആൻഡ് ഡോ ഓഫ് n ഈസ് ഈക്വൽ ടു 1 ഫോർ n ഈക്വൽ ടു 0 ആൻഡ് ഡോ ഓഫ് n ഈക്വൽ ടു 0 ഫോർ n നോട്ട് ഈക്വൽ ടു 0. സാമ്പിൾ 0 n ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് അല്ലെ, ഇവിടെ ഡോ ഓഫ് n എഴുതണം. സാമ്പിൾ n ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് യൂണിറ്റി. ആൻഡ് n ഈക്വൽ ടു 1 2 3 4 എക്സെട്ര അങ്ങനെ ഏത് പോസിറ്റീവ് വാല്യൂ വന്നാലും ഡോ ഓഫ് n 0 ആണ്. ആൻഡ് ഓൾസോ n ഈക്വൽ ടു -1 -2 -3 അങ്ങനെ എത്ര നെഗറ്റീവ് വാല്യൂസ് വന്നാലും ഡോ ഓഫ് n ഈക്വൽ ടു 0 ആണ്. ഇറ്റ് ഹാസ് ഓൺലി വാല്യൂ അറ്റ് n ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പൊ ഇമ്പൾസ് സിഗ്നൽ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ക്ലിയർ ആയല്ലോ. ഓക്കെ, വിഷ്ണു പ്രകാശ് ഇല്ലേ നിങ്ങളുടെ ഇടയിൽ? മനസ്സിലായിട്ടുണ്ടോ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്താണ്? ഇതിൽ ഇത്രയും നോക്കണ്ടുള്ളൂ, അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ഇക്വേഷൻ എങ്ങനെയാണ്, അതിന്റെ ഫിഗർ എങ്ങനെയാണ്. അത് കണ്ടിന്യൂസ് ടൈമിലും എങ്ങനെയാണ് നോക്കണം, ഡിസ്ക്രീറ്റ് ടൈം. കണ്ടിന്യൂസ് ടൈം പഠിച്ചാൽ മതി, അത് തന്നെയാണ് ഡിസ്ക്രീറ്റ് ടൈമിലും വരിക. ആ ടൈം പീരീഡ് ടിക്ക് വരും നമ്പർ ഓഫ് സാമ്പിൾസ് n ആയിരിക്കും. ഇത് മനസ്സിലായിട്ടുണ്ടോ? വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ഇല്ലാത്തോണ്ടാണ് ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുന്നത്. വിഷ്ണു മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നോട്ട് എഴുതിയെടുത്താ? ഓക്കെ, അപ്പം സെക്കൻഡ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ദാറ്റ് ഈസ് യൂണിറ്റ് റാമ്പ് സിഗ്നൽ. ഓക്കെ, തേർഡ് എലമെന്ററി സിഗ്നൽ ആണ് യൂണിറ്റ് റാമ്പ് സിഗ്നൽ. ഓക്കെ, അതിന് നമ്മൾ കണ്ടിന്യൂസ് ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി. ഓക്കെ, ആർ ഓഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഈസ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0, greater than or equal to 0, and r of t equal to 0 for t less than 0. Okay, അപ്പൊ തേർഡ് വൺ യൂണിറ്റ് റാമ്പ് സിഗ്നൽ ആണ്. അത് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി എന്നാണ്. ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഓക്കെ, അതിന്റെ വേവ് ഫോം അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതുപോലെ വരും. ഇതെന്താ പറയുന്നത്? ഓക്കെ, ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 ആൻഡ് പോസിറ്റീവ് ഇൻഫിനിറ്റീസിലൊക്കെ എന്തായിരിക്കും? ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ. ഇപ്പൊ ടൈം പീരീഡ് എങ്ങനെയാ വേരി ചെയ്യുന്നത്? 0 1 2 3 4 എക്സെട്ര ആ റേഞ്ചിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടൈം, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ടി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ടി ഈക്വൽ ടു 0 ആണെങ്കിൽ ആർ ഓഫ് ടി എന്തായിരിക്കും? ആർ ഓഫ് 0 ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ ടി ഫസ്റ്റ് ഓഫ് ഓൾ ടി ഈക്വൽ ടു 0, ഫസ്റ്റ് ടി ഈക്വൽ ടു 0 ആണ്. ദെൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ആർ ഓഫ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ആർ ഓഫ് ടി ടി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർ ഓഫ് 0 എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ? ടീന്റെ അടുത്ത് 0 കൊടുക്കുക. സോ ആർ ഓഫ് 0 ഇസ് ഈക്വൽ ടു ടി ആണ്. ടീന്റെ വാല്യൂ എത്രയാ? 0 ആണ്. ഇനി ടി ഈക്വൽ ടു 1 ആണെങ്കിലോ? ഇഫ് ടി ഈക്വൽ ടു 1 ദെൻ ആർ ഓഫ് 1 ഈക്വൽ ടു എത്രയായിരിക്കും? വാട്ട് ഇസ് ദ വാല്യൂ? ഇഫ് ടി ഈസ് ഈക്വൽ ടു 1 ദെൻ ആർ ഓഫ് 1 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1. ഓക്കെ, ആർ ഓഫ് 1 ഈക്വൽ ടു 1. ദെൻ ഇഫ് ടി ഈക്വൽ ടു 2 ആണെങ്കിൽ സിമിലർ വേ ആർ ഓഫ് 2 എന്തായിരിക്കും? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ ഓഫ് 2? 2. ഓക്കെ, അപ്പൊ അത് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? 1 ആണെങ്കിൽ ടി 1 ആണെങ്കിൽ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1.
If t is its value is 2, then r of t is equal to 2. And if value of t is 3, then r of t is equal to 3. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെയുള്ള പോയിന്റുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് അതൊരു കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലാണ് നമ്മൾ സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്നത്, സോ ഒരു സ്ട്രേറ്റ് ലൈൻ വരും അല്ലെ, ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരും. അപ്പൊ ഇങ്ങനെയാണ് ആർ ഓഫ് ടി അല്ലെങ്കിൽ യൂണിറ്റ് റാമ്പ് സിഗ്നലിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടാവുക. ഇനി എന്താ, അതൊരു ലീനിയർ ലൈൻ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് സ്ലോപ്പിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും അല്ലെ. കാരണം എന്താ, നമ്മൾ ഈ ഒരു ലൈന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലൈന് ഇതാണ് എന്ത്, ആർ ഓഫ് ടി എന്ന് പറയുന്ന ലൈൻ. ആ ലൈനിന്റെ സ്ലോപ്പ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്, ലീനിയർലി വേരിങ് ആണ് അല്ലെ, 1 1 2 2 അങ്ങനെ വേരി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ലോപ്പിന്റെ വാല്യൂ എന്തായാലും ഈക്വൽ ടു 1 ആയിരിക്കും അല്ലെ. സ്ലോപ്പ് എന്ന് വെച്ചാൽ വൈ ആക്സിസിൽ ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസിൽ എടുക്കുക. അപ്പൊ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, 3/3 1, 2/2 1, 1/1 1. സോ അതിന്റെ സ്ലോപ്പ് 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ടൈം കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ, ആൻഡ് ഇഫ് അത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ എങ്ങനെ വരും, അതിന്റെ റെപ്രസെന്റേഷൻ ആർ ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് റെപ്രസെന്റഡ് ബൈ ആർ ഓഫ് എൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഈസ് ആർ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ആർ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. ഓക്കെ, ഇക്വേഷൻ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, ഇവിടെ കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. സോ ആ ഓരോ പോയിന്റിലും എന്താണ്, ഇപ്പം ടി ഈക്വൽ ടു 1 ആണെങ്കിൽ ആർ ഓഫ് ടി എന്തായിരിക്കും, 1 ആയിരിക്കും. സോ 1 ആംപ്ലിറ്റ്യൂഡ് വരുന്ന ഒരു ലൈൻ വരും അറ്റ് പോയിന്റ് ടി, അറ്റ് പോയിന്റ് ടി ഈക്വൽ ടു 1. ആൻഡ് ഇഫ് ടി ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഓഫ് ആർ ഓഫ് ടി എന്തായിരിക്കും, 2 ആയിരിക്കും. സോ ടി ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ നമ്മൾ 2 ആംപ്ലിറ്റ്യൂഡ് വരുന്ന വേറൊരു ലൈൻ വരും. ഓക്കെ, സിമിലർ വേ ഇപ്പോൾ ടി ഈക്വൽ ടു 3 ആണെങ്കിൽ 3 ആംപ്ലിറ്റ്യൂഡിൽ വേറൊരു ലൈൻ വരും. ടി ഈക്വൽ ടു 4 ആണെങ്കിൽ 4 ആംപ്ലിറ്റ്യൂഡിൽ വേറൊരു ലൈൻ വരും. അപ്പൊ അതുപോലെയാണ് ഡിസ്ക്രീറ്റ് ടൈമിൽ ആർ ഓഫ് എന്നിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണേ, ഈ കണ്ടിന്യൂസിലും ഡിസ്ക്രീറ്റിലും നമ്മൾ ഇപ്പൊ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതുവാണെങ്കിൽ, ആ കണ്ടിന്യൂസ് ആണെങ്കിൽ എപ്പോഴും ആർ ഓഫ് ടി അങ്ങനെ തന്നെ റെപ്രസെന്റ് ആണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ആർ ഓഫ് എൻ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണോ നമ്മൾ ഇക്വേഷൻ നോക്കുക, ആർ ഓഫ് ടി ആണെങ്കിൽ അത് കണ്ടിന്യൂസ് സിഗ്നൽ, ഓഫ് എൻ ആണെങ്കിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാഫ് വരക്കുമ്പോഴെന്താ, കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ എക്സിൽ ടി ആണ് ഉണ്ടാവുക, നമ്മൾ എക്സ് ആക്സിൽ എടുക്കുന്നത് ടൈം പീരീഡ് ആണ്. ഓക്കെ, ആൻഡ് വൈ ആക്സിൽ ആർ ഓഫ് ടി ആണ്. ഓക്കെ, ഇനി അത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സ് ആക്സിൽ എന്ത് വരും, എൻ വരും, നമ്പർ ഓഫ് സാമ്പിൾസ് എൻ വരും, വൈ ആക്സിൽ ആർ ഓഫ് എൻ വരും. ഓക്കെ, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇനി തേർഡ് കഴിഞ്ഞ് ഇനി ഫോർത്ത് സിഗ്നൽ വരുന്നത് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ സിഗ്നൽ, അതിന് നമ്മൾ വേറെ നൊട്ടേഷൻസ് ഒന്നുമില്ല. ഇത്രയും നേരം നമ്മൾ 3 സിഗ്നൽസിന് ഓരോ സ്പെസിഫിക് നൊട്ടേഷൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എക്സ്പോണൻഷ്യൽ സിഗ്നൽസിൽ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി പറഞ്ഞിട്ട് തന്നെയാണ്. ബട്ട് അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി. ഓക്കെ, അല്ലെങ്കിൽ ഇ റൈസ് ടു എ ടി. നമുക്ക് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് അറിയാം അല്ലെ, എക്സ്പോണൻഷ്യലി ഡീക്കേയിങ്, എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം. ലീനിയർ വേരിയേഷൻ ആയിരിക്കില്ല അല്ലെ, ഒരു എക്സ്പോണൻഷ്യൽ വേരിയേഷൻ ആണ്. അപ്പം അതിന്റെ സിഗ്നലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി. ഓക്കെ, ജസ്റ്റ് ഇ റൈസ് ടു എ ടി എന്ന് മാത്രം മതി. ബട്ട് അതിന്റെ കൂടെ എ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന മീൻസ് ഇവിടെ കോഎഫിഷ്യന്റ് ആയിട്ട് എ ഉണ്ടെങ്കിൽ എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് 0 ആക്സിസ് ഇല്ലേ, 0 ആക്സിസിൽ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ വൈ ആക്സിസിൽ ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും, അത് എ ആയിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എ ആയിരിക്കും.
ഓക്കെ, അപ്പൊ ഇക്വേഷൻ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി. നോക്കിയാൽ അതിൽ എ എന്ന് പറയുന്നത് ആൻഡ് ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ ആർ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ എയും സ്മോൾ എയും റിയൽ നമ്പേഴ്സ് ആണ്. ഇത് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽസിനെയാണ് പറയുന്നത്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് നമ്മൾ ലാസ്റ്റോട്ട് പറയും. ഇത് റിയൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ആണ്. ഹിയർ ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ടി ഈസ് ദ ടൈം പീരീഡ്. ഓക്കെ, അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന നോക്കിയേ, നമുക്ക് രണ്ട് തരത്തിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം അല്ലെ, എക്സ്പോണൻഷ്യലി ഡീക്കേയും ഉണ്ട്, എക്സ്പോണൻഷ്യലി എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഇൻക്രീസിംഗും ഉണ്ട്. ഓക്കെ, അപ്പം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി വെൻ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, വിച്ച് മീൻസ് ഇ റൈസ് ടു പോസിറ്റീവ് എ ടി ആണെങ്കിൽ ആ സിഗ്നൽ നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും, എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ട ഈ 0 ആക്സിസിനെ കോയിൻസൈഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് വാല്യൂ ഓഫ് എയിലാണ് അല്ലെ. ഇതിപ്പം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഇ റൈസ് ടു എ ടി എന്ന് മാത്രമായിരുന്നുവെങ്കിൽ ആ വേവ് ഫോം ഉണ്ടാകുക, ഇവിടെ ശ്രദ്ധിക്കുക, 0 എന്നത് തുടങ്ങിയിട്ട് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി ആയതുകൊണ്ടാണ് ഈ വേവ് ഫോം ഇതുപോലെ വന്നത്. 0 കോയിൻസൈഡ് ചെയ്യുന്നിടത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വൈ ഉണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എ എന്നാണ് കൊടുത്തത്. അതിപ്പം 4 ഇ റൈസ് ടു എ ടി, 3 ഇ റൈസ് ടു എ ടി, അങ്ങനെ പലതും വരാം, അതനുസരിച്ച് അതിന്റെ വാല്യൂ മാറും. ഓക്കെ, മറിച്ച് വെറും ഇ റൈസ് ടു എ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് 0 തുടങ്ങും. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അപ്പം എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ആണെങ്കിൽ എങ്ങനെ വരും? ഇതുപോലെ ഇൻക്രീസ് ചെയ്ത് വരും. ദാറ്റ് ഈസ് വെൻ എ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എ ഇ റൈസ് ടു പോസിറ്റീവ് എ ടി ആണെങ്കിൽ. ഇനി ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് എ ടി ആണെങ്കിലോ, മൈനസ് എ ടി, ദാറ്റ് ഈസ് വെൻ എ ലെസ് ദാൻ 0, ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കിയേ, എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് നേച്ചർ ആയിരിക്കും. കണ്ടോ, കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഇതുപോലെയാണ് വേവ് ഫോം ഉണ്ടാകുക. ഓക്കെ, അപ്പം എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ടൈമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി എന്നാണ്. അതിന്റെ രണ്ട് കേസസ് ഉണ്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതുപോലെ എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും. എ ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് എ ടി ആയിരിക്കും. അപ്പൊ അത് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും. ഓക്കെ, ഇനി അത് നോക്കിയാൽ നമുക്ക് ഡിസ്ക്രീറ്റ് എളുപ്പമാണ്. ഡിസ്ക്രീറ്റ് ടൈമിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എക്സ് ഓഫ് എൻ റൈസ് എന്ന് എഴുതാം. എങ്ങനെ? ഇ റൈസ് ടു ആറിന് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് 6 എടുത്തു. സോ ആർ റൈസ് ടു എൻ വരുന്നു. അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേ ഉള്ളൂ. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ആർ റൈസ് ടു എൻ വരും. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് ഈസ് എന്റെ വാല്യൂ പോസിറ്റീവ് ആണ് അല്ലെ, എപ്പോഴല്ല ആർ ഗ്രേറ്റർ ദാൻ 1 വരാം. അങ്ങനെയാണെങ്കിൽ എന്താ, നേരത്തെ പോലെ തന്നെ എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ആയിരിക്കും. ബട്ട് ഡിസ്ക്രീറ്റ് ടൈമിൽ മാത്രമേ അതിന് സിഗ്നൽ വാല്യൂസ് ഉണ്ടാകുള്ളൂ. കണ്ടിന്യൂസ് വേവ് ആയിരിക്കില്ല. പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ മാത്രമേ അതിന് വാല്യൂസ് ഉണ്ടാകുള്ളൂ. ഓക്കെ, അറ്റ് സിമിലർ വേ ഇ റൈസ് ടു മൈനസ് എ ടി ആണെങ്കിൽ, അല്ലെങ്കിൽ എ ആർ റൈസ് ടു എൻ വേർ ആറിന്റെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ എന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, ഇപ്പൊ ഇ റൈസ് ടു എ എന്നുള്ളത് എന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂസ് ആ വരുന്നതെങ്കിൽ ഇ റൈസ് ടു എ എന്ന് വരുന്ന വാല്യൂസ് 0ന്റെയും 1ന്റെയും ഇടയിലാണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയിരിക്കും. അവിടെയും കണ്ടിന്യൂസ് വേവ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. സോ ഡിസ്ക്രീറ്റ് ടൈം പീരീഡിൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. Is it clear? ഓക്കെ അല്ലേ? അപ്പം ഫോർത്ത് സിഗ്നൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വരുന്നത് സൈനസോയ്ഡൽ സിഗ്നൽ. ഓക്കെ, സൈനസോയ്ഡൽ സിഗ്നൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ.
ബാക്കിയുള്ള സിഗ്നൽസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, എന്നാലും ആ ഒരു ക്ലാസിഫിക്കേഷൻ ഡേയിൽ നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ, ഇക്വേഷൻ ആൻഡ് വേവ് ഫോം അല്ലെങ്കിൽ അതിന്റെ ഫിഗർ അത് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് വൺ വരുന്നത് സൈനസോഡൽ സിഗ്നൽസ് ആണ്. സൈനസോഡൽ സിഗ്നൽസിന് നമ്മൾ വേറെ നൊട്ടേഷൻസ് ഒന്നും ഇല്ല. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അത് നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഒരു സൈനസോഡൽ ക്വാണ്ടിറ്റിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ഓഫ് ഒരു വാല്യൂ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ. അതിൽ എ എന്താ? ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, ആ സൈനസോഡൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഒമേഗ ടി എന്താ? ഒമേഗ ടി എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആയിരിക്കും, റേഡിയൻ പെർ സെക്കൻഡിലുള്ള ആംഗുലാർ ഫ്രീക്വൻസി ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ്. നോർമലി എ സൈൻ ഒമേഗ ടി മാത്രം മതി. രണ്ട് സിഗ്നൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫേസ് ഷിഫ്റ്റ് കൂടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. ഇക്വേഷൻ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അതിന്റെ വേവ് ഫോം ഇതുപോലെ വരും, സൈനസോഡൽ ക്വാണ്ടിറ്റി ഇതുപോലെ വരും. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി അതിന്റെ ഇനി അതിന്റെ ഡിസ്ക്രീറ്റ് ടൈം ഡൊമെയിനിലാണെങ്കിലോ എക്സ് ഓഫ് ടിക്ക് പകരം ഇക്വേഷനിൽ എന്ത് വേരിയേഷൻ വരും? എക്സ് ഓഫ് എൻ വരും. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ എൻ പ്ലസ് 5. ഓക്കെ, ഒമേഗ എൻ പ്ലസ് 5 വരും. അതിൽ ഒമേഗ എന്ന് പറയുന്നത് എന്താ? ആംഗുലാർ ഫ്രീക്വൻസി ഇൻ റേഡിയൻ പെർ സാമ്പിൾ ആണ്. ഓക്കെ. ഇവിടെയുള്ള ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും, കാരണം ടൈം പീരീഡിലാണ്. ഇവിടെയുള്ള ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ഇൻ റേഡിയൻ പെർ സാമ്പിൾ ആണ്. ഓക്കെ, ആ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ അതിന്റെ വേവ് ഫോം എങ്ങനെ വരും? ഓരോ ഡിസ്ക്രീറ്റ് ടൈം വാല്യൂവിൽ മാത്രം അതിന് സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടില്ല, ഡിസ്ക്രീറ്റിൽ മാത്രം. സ്പെസിഫിക് ഡിസ്ക്രീറ്റ് ടൈം വാല്യൂവിൽ മാത്രം അതിന്റെ വേവ് ഫോമിന് വാല്യൂ ഉണ്ട്. അതുപോലെ അതിന്റെ ആംപ്ലിറ്റ്യൂഡും വേരിയിങ് ആണ്. ഓക്കെ, അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇപ്പം നമ്മൾ വോൾട്ടേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വി എം എന്ന് പറയും, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെ. കറണ്ട് എടുക്കുകയാണെങ്കിൽ ഐ എം എന്ന് ഡിനോട്ട് ചെയ്യും. അതിന്റെ വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ കൊടുക്കുന്നത്, എ. കണ്ടോ, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ആ സൈൻ വേവിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് എ. അത് ഓരോ ഇൻസ്റ്റന്റും കുറഞ്ഞു കുറഞ്ഞു വരും. 0 കൂടി 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 എ ആയി, വീണ്ടും കുറഞ്ഞു കുറഞ്ഞു 0 ആയി, വീണ്ടും കൂടി കൂടി അങ്ങനെ പോകും. എനിക്ക് അതിന്റെ മാക്സിമം വാല്യൂ ആണ് ഈ എ എന്ന് കാണിക്കുന്നത്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പം സൈനസോഡൽ ക്വാണ്ടിറ്റി ബോത്ത് കണ്ടിന്യൂസ് ടൈമിലും ഡിസ്ക്രീറ്റ് ടൈമിലും ഓക്കെ അല്ലേ? കൂടെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കുന്നില്ലേ ഇത്? സിഗ്നൽസ് കൂടിയിട്ട് അത് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ കോംപ്ലക്സ് സിഗ്നൽസ് പറഞ്ഞിട്ടുണ്ടായി. സോറി, സിഗ്നൽസ് ആയിരുന്നു. അതിൽ കോംപ്ലക്സ് പാർട്ടൊന്നുമില്ല, അതിൽ ക്യാപിറ്റൽ എയും സ്മോൾ എയും റിയൽ പാർട്ടായിരുന്നു. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ആണ്. ഓക്കെ, കോംപ്ലക്സ് ആണെങ്കിൽ നേരത്തെ അതേ ഇക്വേഷൻ, എക്സ്പോണൻഷ്യൽ സിഗ്നലിന്റെ സെയിം ഇക്വേഷൻ, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ജെ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അതിൽ ജെ ടേം വന്നു, കണ്ടോ, കോംപ്ലക്സ് ആയി. നേരത്തെ ഇ റൈസ് ടു എ ടി മാത്രമായിരുന്നു, അപ്പൊ അവിടെ കോംപ്ലക്സ് ടേം വന്നു. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. എക്സ് ഓഫ് ടി അതിലെന്താ, ഒരു റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും ഉണ്ടാവും അല്ലേ. അതില് റെപ്രസെന്റ് ചെയ്യുക ഇതുപോലെയാണ്. നമ്മൾ അതിന് ആ ഒരു ടൈപ്പിലുള്ള കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യുക ഈ ഒരു പാറ്റേണിലാണ്. അതെങ്ങനെയാ? അതിന്റെ എക്സ് ആക്സിസിൽ റിയൽ നമ്പർ ഉണ്ടാവും, വൈ ആക്സിസിൽ ഇമേജിനറി നമ്പേഴ്സ് ഉണ്ടാവും. എന്നിട്ട് അതിന് നമ്മൾ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ജെ ഒമേഗ ടി പ്ലസ് 5, ആ ഇക്വേഷന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്കൽ ഫോമാണ് ഇത്. നോക്കിയേ, 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ആ ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ് എ. ഓക്കെ, ആ ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ്. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ ആംഗിൾ എങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത് നോക്ക്. എക്സ് ആക്സിസ് എന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, എക്സ് ആക്സിസിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്ന ആംഗിൾ തീറ്റ. ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക.
ഓക്കെ, അതിന് ഡിസ്ക്രിറ്റിൽ വേറെ സ്പെസിഫിക് ആയിട്ടൊരു ഫിഗർ ഫോർമേഷൻ ഇല്ല. ബട്ട് നമ്മൾ അതിൽ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ജെ ഒമേഗ എൻ പ്ലസ് 5 എന്നായിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അതിന്റെ ഇക്വേഷൻ നോക്കുക, പിന്നെ അതിന്റെ റെപ്രസെന്റേഷൻ ഇൻ ഗ്രാഫിക്കൽ ഫോം. ഓക്കെ, ആൻഡ് ഫൈനലി വരുന്നത് സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം ഫംഗ്ഷൻ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എസ് ജി എൻ ഓഫ് ടി. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സിഗ്നം ഫംഗ്ഷൻ നമ്മൾ എസ് ജി എൻ ഓഫ് ടി ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതിന്റെ ഇക്വേഷൻ സിഗ്നം ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ടി ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റീസ് ആണെങ്കിൽ ഇറ്റ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 അല്ലെങ്കിൽ യൂണിറ്റി. ഓക്കെ, ആൻഡ് -1 ഫോർ ടി ലെസ് ദാൻ 0. ടൈം പീരീഡിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. 0 ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ അതിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. ഓക്കെ, അപ്പം അതിന്റെ റെപ്രസെന്റേഷൻ ഗ്രാഫിക്കലി എങ്ങനെയായിരിക്കും? ഇതുപോലെ വരും. എക്സ് ആക്സിൽ ടൈം പീരീഡ് വരും, വൈ ആക്സിൽ സിഗ്നം ഓഫ് ടി വരും. ഓക്കെ, ദെൻ പോസിറ്റീവ് 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോസിറ്റീവ് 1 ആണ് വാല്യൂ, യൂണിറ്റി ആണ് വാല്യൂ. 0 ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ എന്താ അതിന്റെ വാല്യൂ -1 ആണ്. ആ രീതിയിലാണ് സിഗ്നം ഫങ്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് അതിന് ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ സിഗ്നം ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി പ്ലസ് മൈനസ് ഓഫ് യു ഓഫ് മൈനസ് ടി. ഓക്കെ, ഇതിപ്പോ യു ഓഫ് ടി ഇത്ര മാത്രം, ഈ നെഗറ്റീവ് പോർഷൻസ് നമ്മൾ നോക്കുന്നില്ല. പോസിറ്റീവ് മാത്രമാണെങ്കിൽ അതൊരു യു ഓഫ് ടി സിഗ്നലിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലേ? നമ്മുടെ യു ഓഫ് ടി ഇതുപോലില്ലേ വരയ്ക്കുക? 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എന്താ യൂണിറ്റിയിലുള്ള ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ഉണ്ടാവും അല്ലേ? അപ്പം ഇത് മാത്രമാണെങ്കിൽ യു ഓഫ് ടി ആണ്. അതിന് നേരെ ഉൾട്ടയാണ് എന്ത് താഴെ വരുന്നത് അല്ലേ? ഓക്കെ, ഇതിന്റെ നേരെ ഉൾട്ടയാണ് താഴെ വരുന്നത്. അപ്പോഴെന്താ അത് മൈനസ് ഓഫ് യു ഓഫ് മൈനസ് ടി ആവും. ഒന്നാമത് അത് നെഗറ്റീവ് വെച്ചാൽ തേർഡ് ക്വാഡ്രന്റിൽ പോയി. എക്സ് ആക്സിസും വൈ ആക്സിസും നെഗറ്റീവ് ആണ്. സോ മൈനസ് ഓഫ് യു ഓഫ് മൈനസ് ടി ആവും. അപ്പൊ സിഗ്നം ഫംഗ്ഷന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ സിഗ്നം ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി പ്ലസ് മൈനസ് ഓഫ് യു ഓഫ് ടി. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ഡിഫറെന്റ് എലമെന്ററി സിഗ്നൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ് പഠിക്കാൻ, ബട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് ബാക്കിയൊക്കെ ഓക്കെ ആവുള്ളൂ. ഇത്ര വരെ ക്ലിയർ ആണോ? ആ 7 എലമെന്ററി സിഗ്നൽസ് അതിന്റെ റെപ്രസെന്റേഷൻ കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡോഫൻ ആർ ഓഫ് ടി അല്ലെങ്കിൽ ആർ ഓഫ് signal x of t is equal to a e raised to at or x of n is equal to e raised to solar signal x of t is equal to a sin omega t plus 5 or x of n is equal to a sin omega n plus 5. And sixth one, complex exponential signal. Just നോക്കി വെക്കുക, x of t is equal to a e raised to j omega t plus 5. അത് ടൈം ഡൊമൈനിൽ ഡിസ്ക്രീറ്റ് ടൈമിൽ വരുവാണെങ്കിൽ x of n is equal to a e raised to j omega n plus 5. Okay, then finally signum function. Signum of t is equal to എന്താ u of t plus minus of u of minus t. അതിന് t greater than 0 ആണെങ്കിൽ വാല്യൂ 1 ആയിരിക്കും, t less than 0 ആണെങ്കിൽ വാല്യൂ -1 ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നല്ല വൃത്തിക്ക് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും ഓക്കെ ആണോ?
ആദിൽ ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആയിരിക്കും. ഇതെല്ലാരും എല്ലാം എഴുതിയെടുത്തിട്ടുണ്ടോ? എവിടെ വരെ എഴുതിയെടുത്തേ? ആർക്കെങ്കിലും ഏതെങ്കിലും പോർഷൻ എഴുതിയെടുക്കാനുണ്ടോ? ഇതെന്തായാലും ഇന്ന് പഠിച്ചേ പറ്റുള്ളൂ. ഈ 7 ക്ലാസിഫിക്കേഷൻ ഇതെന്തായാലും ഇന്ന് പഠിക്കാൻ ഞാൻ നാളെ ചോദിക്കും. 4th വൺ. ഓക്കെ, ഇത് എഴുതിയെടുക്കാനല്ലേ, എക്സ്പ്ലെയിൻ ചെയ്യണ്ടാലോ? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, അത് എഴുതിയെടുത്തോളൂ. ഓക്കെ, എഴുതിയെടുത്തതിനെ ഒന്ന് പറയണം. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. ഓക്കെ, റോൾ നമ്പർ 1 അക്ഷയ്. Present, miss. ഓക്കെ, അഞ്ജന. Present, miss. അനുശ്രീ. Present, miss. ഓക്കെ, ആഷ്ന. Present, miss. ഓക്കെ, അശ്വിൻ. Present, miss. ഓക്കെ, ഡൊമിനിക്. Present, miss. ഓക്കെ, മുഹമ്മദ് ഹനീൻ ഷീസ്. Present, miss. ഓക്കെ, മുഹമ്മദ് ആദിൽ. Present, miss. ഓക്കെ, Present, miss. ഓക്കെ, ഷാരോൺ. Present, miss. വിഷ്ണു പ്രകാശ് പി. Present, miss. പ്രകാശ്. ഓക്കെ, വൈഷ്ണവ് സി. Present, miss. ഓക്കെ, നാലാമത്തത് എഴുതിയിട്ടോ? ഇനി എഴുതിയിട്ടില്ലേ? ഈ 7 സിഗ്നൽസ് എന്തായാലും നാളത്തേക്ക് പഠിച്ചിട്ട് വരിക. നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, 6th വൺ. ഓക്കെ, അനുശ്രീ മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കി എല്ലാവരും എഴുതി എടുത്തിട്ടിരിക്കുവാണോ? ഞാൻ നോട്ട് കാണിക്കാൻ പറയേ, അപ്പൊ ഒരാളും ഒരു എക്സ്ക്യൂസും പറയാൻ പാടില്ല.
ഓക്കെ, അനുശ്രീ എഴുതിയെടുത്തു കഴിഞ്ഞോ? ഓക്കെ, ഫസ്റ്റ് എലമെന്ററി സിഗ്നൽസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്കുള്ളത് ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് സിഗ്നൽസ് ഉണ്ട് അല്ലേ, യൂണിറ്റ് റാമ്പ്, യൂണിറ്റ് ഇമ്പൾസ്, യൂണിറ്റ് സ്റ്റെപ്പ്, അങ്ങനെ ഡിഫറെന്റ് സിഗ്നൽസ് ഉണ്ട്. അതിന്റെ മുകളിലുള്ള ബേസിക് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഒരു 5 ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. ടൈം ഷിഫ്റ്റിംഗ്, ടൈം റിവേഴ്സിംഗ്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, ടൈം സ്കെയിലിംഗ് ആൻഡ് സിഗ്നൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നെടുത്ത പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നാളത്തേക്ക് അതെന്തായാലും നോക്കിയിട്ട് വാ. നമുക്ക് ഈ ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസ് നാളെ ഡിസ്കസ് ചെയ്യാം.